നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും S4 ശാസ്ത്രീയയിലേക്ക് പുനഃസ്വാഗതം. ഇന്നത്തെ ചിന്താവിഷയം സ്മൃതിവചനം. നല്ലവരും കെട്ടവരും, നല്ല ജനങ്ങളും കട്ട ജനങ്ങളുമായിട്ടുള്ള വ്യത്യാസം, ദുഷ്ടജനങ്ങളുമായിട്ടുള്ള വ്യത്യാസം എങ്ങനെ അറിയാം എന്നതാണ് ഇന്നത്തെ ചിന്താവിഷയം. നല്ലവരെങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൃഷ്ടം കൃഷ്ടം പുനരഭി പുനഃ ചന്ദനം ചാരുഗന്ധം. ചന്ദനം എന്നുള്ളത് അതിൻ്റെ ഗുണാതിശയം കൊണ്ട് ഉത്തമമാണ്. അതിനെ തിരിച്ച് തിരിച്ച് അരച്ചാലും, എത്ര പ്രാവശ്യം അരച്ചാലും അതിൻ്റെ ഗന്ധം കൂടുകയേ ഉള്ളൂ, അല്ലാതെ കുറയുകയില്ല. എത്ര പ്രാവശ്യം അരച്ചാലും അത് നല്ല മണം തരുന്നതായിരിക്കും. ചിഹ്നം ചിഹ്നം പുനരവിപുനഃ സാധുവേക്ഷുഗന്ധം. ഇക്ഷുഗന്ധം, കരിമ്പ് എത്ര ചെറുതാക്കി വെട്ടിയാലും 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 ചിഹ്നം ചിഹ്നം പുനരഭി പുനഃ സാധു ചൈവ ഇക്ഷുഖണ്ഡം. എത്ര ചെറുതാക്കി നിറക്കിയാലും അതിൻ്റെ ഓരോ കഷ്ണവും മധുരരസപ്രധാനമാണ്. അതുപോലെ തന്നെയാണ് സ്വർണം. ശുദ്ധം ശുദ്ധം പുനരവിപുനഃ കാഞ്ചനം കാന്ധവർണം. സ്വർണത്തിനെ എത്രത്തോളം ശുദ്ധപ്പെടുത്തിയാലും അതിൻ്റെ കാഞ്ചനവർണം എന്നുള്ള ആ ശോഭയ്ക്ക് മാറ്റം വരുന്നില്ല. ഇതുപോലെയാണ് നല്ല ജനങ്ങൾ. പ്രാണാന്ധ്യേവി പ്രകൃതി വികൃതിർന്യായജേ, പ്രാണാന്ധ്യേവിർ പ്രകൃതി വികൃതിർ ന ജായത്തെ ഉത്തമാനാം. പ്രാണാന്ധ്യേവി പ്രകൃതി വികൃതി ജായത്തെ ന ഉത്തമാനാം. പ്രാണാന്ധ്യേവി പ്രകൃതി വികൃതിർ ജായത്തെ നോത്തമാനാം. പ്രാണൻ പോകുന്ന നേരത്തോടുകൂടി തന്നെ അതുവരെയും എങ്ങനെയാണോ എൻ്റെ ഗുണാതിശയങ്ങളെ പരിപാലിച്ചത്, ആ ഗുണാതിശയങ്ങളെ അതേപോലെ പരിപാലിക്കുന്നവരായിരിക്കും സജ്ജനങ്ങൾ. എല്ലാ നല്ല ജനങ്ങളും അവരുടെ ഗുണാതിശയങ്ങൾ കൊണ്ടാണ് നല്ലവരാവുന്നത് എന്നാണ്. അതുകൊണ്ട് ഗുണം എന്നുള്ളത് പ്രധാനമാണ്, സദ്ഗുണം എന്നുള്ളത് പരമപ്രധാനമാണ്. അതുകൊണ്ട് സദ്ഗുണ സമ്പന്നരാകുവാൻ എല്ലാവരും യത്നിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.